സിവി ഷവമീൻ്റെ ഏറ്റവും പുതിയ സീരീസാണ് ഇന്ത്യയിലെ സിവി സീരീസ്. അതിലാദ്യത്തെ ഡിവൈസായിരുന്നു ഷവമി 14 സിവി. അപ്പോൾ ഷവമി 14 സിവിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ലൈക്ക ബ്രാൻഡഡ് ക്യാമറയായിരുന്നു. അപ്പോൾ 50,000 രൂപയ്ക്ക് താഴെ ലൈക്ക ബ്രാൻഡഡ് ക്യാമറ വന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സിവി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ എ മന്ത്. എനിക്ക് ആക്ച്വലി ജൂൺ 12-നാണ് ലോഞ്ചെങ്കിലും എനിക്ക് അതിന് മുമ്പ് ഒരു 2 വീക്സ് മുമ്പേ കിട്ടി. ഞാൻ ടെസ്റ്റിംഗ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരു മാസത്തിലേറെയായി ഞാൻ ഷവമി 14 സിവി റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻ ഡെപ്ത് റിവ്യൂ ആണ് ഒരു മാസത്തെ യൂസിന് ശേഷം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ടെക്നിക്. ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഷവമി 14 സിവിൻ്റെ ഇൻ ഡെപ്ത് റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഷവമി 14 സിവി ആദ്യം തന്നെ ഞാൻ കയ്യിലെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ കണ്ടില്ലേ, വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോൺസും ലാർജ് ഡിസ്പ്ലേ ഉണ്ട്. ഒബ്വിയസ്ലി ഐഫോൺ ഉണ്ട് കേട്ടോ, ഐഫോൺ 14 സീരീസിലൊക്കെ ചെറിയ കോമ്പാക്ട് ഡിവൈസസ് ഉണ്ട്. എന്നാൽ ആൻഡ്രോയിഡ് ഇതിൽ ഒട്ടുമിക്ക ഫോൺസും ബിഗ് ഫോൺസാണ്, ലാർജ് ഫോൺസാണ്. ഈവൻ ഇപ്പോൾ OnePlus 12 12R ഒക്കെ എടുക്കുകയാണെങ്കിൽ ബിഗ് ആൻഡ് ബൾക്കി ഫോൺസാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലാണ് ഈ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടറായിട്ട് സിവി വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് കണ്ടില്ലേ, സ്ലിം ഡിവൈസാണ്. അപ്പോൾ അത്രയും സ്ലിം ആയ ഒരു ഡിവൈസാണ്. അതേപോലെ തന്നെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഈ ക്യാമറ ലേഔട്ട് വളരെ സിമ്പിളാണ്, ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ലെങ്കിലും വളരെ സിമ്പിൾ ക്യാമറ ലേഔട്ടാണ്, സർക്കുലർ ലേഔട്ട്. അതിനൊപ്പം തന്നെ ലൈക്ക ബ്രാൻഡഡ് ക്യാമറയാണ്. ക്യാമറേൻ്റെ ചുറ്റുമുള്ള ഒരു പാറ്റേൺ ഒക്കെ നല്ലതാണ്. പിന്നെ വളരെ പ്ലെയിൻ ബാക്ക് പാനലാണ്, എസ്പെഷ്യലി ബ്ലാക്ക് കളർ. പക്ഷേ ഗ്രീൻ ആൻഡ് ബ്ലൂവിൽ ഡിഫറെൻ്റ് ആണ്. ഗ്രീനിൽ ഒരു എന്താ പറയുക വെഗൻ ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ ആണെങ്കിൽ ഫുൾ ഗ്ലാസ് ആണ്, ഇതും ഫുൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്. അതിനൊപ്പം തന്നെ ഫുൾ ഫ്രെയിമും മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ്, അതേപോലെ ആ സ്ലിംനെസ് കണ്ടോ, വളരെ സ്ലിം ആയ ഒരു ഡിവൈസാണ്. അപ്പോൾ അത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ ഷവമി ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഡിസ്പ്ലേ ഏതൊരു ഫോണിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1.5K ഡിസ്പ്ലേ ആണ്. ഇതൊരു ആംബുലറ്റ് പാനലാണ്. അതിനൊപ്പം തന്നെ 120 Hz റിഫ്രഷ് റേറ്റ്, 1 to 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്. ഒബ്വിയസ്ലി നമുക്ക് 3000 nits എന്താണെങ്കിലും കിട്ടില്ല. എന്നാലും ഡേ ലൈറ്റ് കണ്ടീഷനിലും അതേപോലെ ഔട്ട്ഡോറൊക്കെ ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ലതാണ്, എനിക്ക് കുഴപ്പം തോന്നിയില്ല. എന്നാൽ OnePlus 12R ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി OnePlus 12Rൻ്റെ ബ്രൈറ്റ്നസ് ആണ് ഇതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. എന്നാലും ഇതിൽ പരാതികളൊന്നുമില്ല, നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് HDR10+ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. പിന്നെ കളർ ഗ്യാമറ്റ് ആണെങ്കിൽ DCI P3 കളർ ഗ്യാമറ്റ് ഉണ്ട്, അഡാപ്റ്റീവ് കളേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ Gorilla Glass Victus 2 സപ്പോർട്ടും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടച്ച് റെസ്പോൺസും നല്ലതാണ്. പിന്നെ ഡിസ്പ്ലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാഡ് കേർവ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ക്വാഡ് കേർവ് ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കേർവ് ഡിസ്പ്ലേ വേണ്ടവർക്ക് കേർവ് ഡിസ്പ്ലേ ആയിട്ട് എടുക്കാം, ഫ്ലാറ്റ് ഡിസ്പ്ലേ വേണ്ടവർക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം 4 എഡ്ജും കേർവ്ഡ് ആണ്. കേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കേർവ്ഡ് അല്ല, എന്നാൽ ഫ്ലാറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം 2 എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലാറ്റും കേർവ് ഡിസ്പ്ലേൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളേഴ്സൊക്കെ നല്ലതാണ്, നല്ല ബ്രൈറ്റ്നസ് ലെവൽസുമാണ്, വിവിഡ് പാനലാണ്. മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ്. എന്നാൽ സ്മോൾ ഡിസ്പ്ലേ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ അഗെയിൻ കോമ്പാക്ട് ഫോം ഫാക്ടറിൽ സ്മോൾ ഡിസ്പ്ലേയിൽ ഒബ്വിയസ്ലി വരില്ല. അപ്പോൾ 6.55 ഇഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, ഡെഫിനറ്റ്ലി പറയാം. HDR10+ഉം ഡോൾബി വിഷൻ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹൈപ്പർ OS ഓൺ ടോപ്പ് ഓഫ് Android 14 ആണ് കിട്ടുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ ഹൈപ്പർ OSലുള്ള ഒരുപാട് ഡിവൈസസ് ടെസ്റ്റ് ചെയ്യേണ്ടായി. ഹൈപ്പർ OS പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുന്നത് വലിയ ബ്ലോട്ട് വേസ് ഒന്നുമില്ല. കുറച്ച് 1-2 ആപ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ നമ്മൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പോലത്തെ ബ്ലോട്ട് വേസ് ഒന്നും ഇതിനകത്തില്ല. കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പക്ഷേ എനിക്ക് ഒരു അനോയിങ് ആയി തോന്നിയത് ഗെറ്റ് ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴും വരുന്നുള്ളത്. അത് മേ ബി ഡിസേബിൾ ചെയ്യാം. എന്നാലും ഏറെക്കുറെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓവറോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളിലാണ് എനിക്ക് പ്രോബ്ലി ഇപ്പോഴും ഒരു പരാതി പറയാനുള്ളത്. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 3+4 അപ്ഡേറ്റ്സ് ആണ് ഷവമി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യം. എന്നാൽ മന്ത്ലി അപ്ഡേറ്റ്സ് ഇപ്പോഴും തന്നെ ഷവമി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മുമ്പും പറയണ്ടായി, ആ മന്ത്ലി അപ്ഡേറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവണമെല്ലാം ഫിക്സ് ആകും. ഇത് ഈ ഫോണിൽ ആക്ച്വലി ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. എന്നാലും റെഗുലർലി അപ്ഡേറ്റ് ചെയ്യണത് ഷവമി ഇപ്പോഴും ബൈ മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒക്കെയാണ് അപ്ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ ഇല്ല എന്നുള്ള വേണമെങ്കിൽ പറയാം.
പറയാം. എന്നാലും അതൊരു വലിയ പോരായ്മയായിട്ട് പറയുന്നില്ല, എന്നാൽ അത് വേണ്ടതാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ, അറ്റ്ലീസ്റ്റ് വേണ്ട ഒരു കാര്യമാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. അതേപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഹൈപ്പർ OSൽ ആ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനും അല്ലാത്ത കസ്റ്റമൈസേഷനും എല്ലാം തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ്, വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ്. ഇൻഫാക്ട് മെമ്മറി മാനേജ്മെൻറ്റ് ആണെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതിലൊന്നും തന്നെ പരാതികളൊന്നും പറയാനില്ല. ഓവറോൾ നല്ലൊരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. പിന്നെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 വർഷത്തെ ആൻഡ്രോയിഡ് ഇതും വേർഷൻസും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 നമുക്കറിയാമല്ലോ. സ്നാപ്ഡ്രാഗൺ 8s Gen 3 വളരെ പവർഫുൾ ഡിവൈസാണ്. ഓൾമോസ്റ്റ് ക്ലോസ് ടു 15 lakh ഒക്കെയാണ് AnTuTu സ്കോർ വരുന്നത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് വരുന്നത് LPDDR5X റാമും UFS 4.1 ആണ്. അപ്പോൾ അത് തന്നെയാണ് ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ. അതിന് ഒരു പ്രോബ്ലവും ഇല്ല. നല്ലൊരു സോളിഡ് പെർഫോമൻസ്. ഇൻഫാക്ട് വളരെ നല്ല കൂളിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പാക്ട് ഫോം ആകുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ ഹീറ്റ് ഡെസിപ്പേഷനുള്ള എന്താ പറയുക ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ചെറിയ കോമ്പാക്ട് ഡിവൈസ് ആണെങ്കിൽ നല്ലൊരു തെർമൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു കൂളിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒരുപാട് യൂസേജിൽ ചെറിയ രീതിയിൽ ഒരു വാമപ്പ് ആവുന്നുണ്ട്, ഉണ്ട് എന്ന് പറയില്ല. എന്നാൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. എസ്പെഷ്യലി ക്യാമറാസ് കുറേ നേരം ഔട്ട്ഡോറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ബാക്ക് പാനലിൽ ഒരു ഹീറ്റ് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. അതൊരു പ്രോബ്ലം ആയിട്ടൊന്നും തോന്നില്ല. എന്നാൽ ക്യാമറ ഷട്ട് ഡൗൺ ചെയ്യുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് പെർഫോമൻസ്. പിന്നെ വളരെ സോളിഡ് എക്സ്പീരിയൻസ് ആണ്. ഇൻഫാക്ട് സ്ട്രെസ് ടെസ്റ്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത ഒരു ഡിവൈസാണ്. അതേപോലെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. കാരണം നമ്മളിവിടെ അത്രയ്ക്ക് ഒരു ചൂടൊന്നും വന്നില്ല. പക്ഷേ ഭയങ്കര ചൂടുള്ള കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ 44-45 ഡിഗ്രീസ് ഒക്കെ പോയ സ്ഥലത്ത് ചില രീതിയിൽ ത്രോട്ടിൽ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടു. എനിക്കതറിയില്ല. എന്നാൽ നമ്മുടെ ക്ലൈമറ്റിൽ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ത്രോട്ട്ലിങ്ങിൻ്റെ കാര്യം എൻ്റെ ടെസ്റ്റിങ്ങിൽ ത്രോട്ട്ലിംഗ് ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ വളരെ നല്ല രീതിയിലാണ് സ്ട്രെസ് ടെസ്റ്റും അതേപോലെ AnTuTu സ്കോർ ആണെങ്കിൽ വളരെ നല്ലതാണ്. സ്റ്റോറേജ് ടെസ്റ്റും നല്ലതാണ്. അപ്പോൾ പെർഫോമൻസ് വളരെ സോളിഡ് ആയിട്ട് എനിക്ക് തോന്നി. ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഇൻഫാക്ട് OnePlus 12R മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സോളിഡായ FPS കൗണ്ടുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് നല്ലൊരു ഡിവൈസാണ്. കാരണം ചെറിയ സ്ക്രീനാണെന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ഗെയിമിംഗ് ഡിവൈസായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ സ്പീക്കർ Dolby Atmos സപ്പോർട്ടാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഓഫർ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റി സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നി. കണ്ടില്ലേ, നല്ല ഫാസ്റ്റായ ഒരു എക്സ്പീരിയൻസ് ആണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തരുന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക സോളിഡ് എക്സ്പീരിയൻസ് ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ സിം കാർഡ് കാര്യത്തിന് ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്. ഞാൻ ജിയോയും എയർടെലുമാണ് യൂസ് ചെയ്തത്. ഒബ്വിയസ്ലി അത് മാത്രമേ ഉള്ളൂ നമുക്ക് 5G ആയിട്ട് ഉള്ളത് ഇവിടെ. എന്നാൽ രണ്ടിലും തന്നെ 5G നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആയിരുന്നു. ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. കോൾ ക്വാളിറ്റിയും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ റാൻഡം കോൾ ഡ്രോപ്സോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ക്യാമറാസിലോട്ട് പോകാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി 50 MP ലൈറ്റ് ഫ്യൂഷൻ 800 ക്യാമറ സെൻസറാണ്. അത് f1.63 ലാർജ് അപ്പേച്ചറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഒപ്റ്റിക്കലി മിറർ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ലൈക്ക ബ്രാൻഡിംഗ് ഉണ്ട്. പിന്നെ സെക്കൻഡറി 50 MP ടെലിഫോട്ടോ ലെൻസാണ്. അത് 2x ഒപ്റ്റിക്കൽ സൂമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതും ലൈക്ക ബ്രാൻഡഡ് ആണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 12 MP ക്യാമറയാണ്. അതും f2.2 അപ്പേച്ചർ 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ്. ലൈക്ക അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഡ്യുവൽ 32 MP ക്യാമറയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അൾട്രാ വൈഡും ഉണ്ട്, പ്രൈമറി ക്യാമറയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരുപാട് ഓപ്ഷൻസ് സെൽഫി ക്യാമറയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 0.6x നിന്ന് അപ് ടു 2x വരെ നമുക്ക് 0.6x, 0.8x, 1x, 2x അങ്ങനെ 4 ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് സെൽഫീസ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 4K 60 FPS സപ്പോർട്ട് ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K ഉണ്ട്. ഇൻഫാക്ട് 4 ക്യാമറാസ് റിയർ 5 ക്യാമറാസിലും നമുക്ക് 4K റെക്കോർഡിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ 4K 30 ഉള്ളൂ, റിയറിൽ 4K 60 ഉണ്ട്. അപ്പോൾ 4K റെക്കോർഡിംഗ് എല്ലാത്തിലും സപ്പോർട്ടഡ് ആണ്. ഇനി ക്യാമറ സാമ്പിൾസ് കാണാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയാണ് ഇതിനകത്ത്. അതായത് 50,000 രൂപയ്ക്ക് താഴെ നല്ലൊരു സോളിഡ് ക്യാമറ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ലൈക്ക ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ലൈക്ക ഒത്തൻറ്റിക് മോഡുണ്ട്, ലൈക്ക വിവിഡ് വൈബ്രൻറ്റ് മോഡുണ്ട്. അതേപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഷാർപ്നെസ് ലെവൽസ് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കാം. ഇനി മേ ബി
സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി കുറച്ചുകൂടെ ഒരു ഷാർപ്പ് ആക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഓവറോൾ ഏറെക്കുറെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്. അൾട്രാ വൈഡ് ആണെങ്കിലും ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ്. ഞാൻ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പോർട്രേറ്റ്സും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ചെറിയ രീതിയിൽ ഒരു ചെറിയ ഇൻകൺസിസ്റ്റൻസി ലെവൽസ് ഉണ്ട്, എന്നാലും ഓവറോൾ നല്ല ഒരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും എല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയാണ്. ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്, അത് കാണാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി അത് അപ്ലോഡഡ് ആണ്. അപ്പോൾ ക്യാമറാസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ്, പ്രോബ്ലി ഈ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറാസ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളൂ. അതിനൊപ്പം തന്നെ 67 വാട്ട് ചാർജിങ്ങേ ഉള്ളൂ. അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ഈ ഡിവൈസിനെ കുറിച്ച് കേട്ടപ്പോൾ 67 വാട്ട് ചാർജിങ് 40,000 രൂപയ്ക്ക് ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രോബ്ലി 90 വാട്ട് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. 90 വാട്ട് വരുമ്പോഴാണെങ്കിൽ നല്ലൊരു സ്പീഡ് വരുന്നതിന്. ഇതിലും കുഴപ്പമില്ലാത്തൊരു സ്പീഡ് ഉണ്ട്, എന്നാലും 67 വാട്ടേ ഉള്ളൂ. 4700 mAh ബാറ്ററി, അടിപൊളി സോളിഡ് പെർഫോമൻസ്. എഗെയിൻ ഞാനിവിടെ ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയത്. നല്ല സോളിഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ക്ലോസ് ടു 8 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടി ഞാൻ ടെസ്റ്റിംഗ് ചെയ്തതിൽ. അത് എഗെയിൻ ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓൺ ആവറേജ് ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂറൊക്കെ ഈസിലി സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അത് ഈ സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ്. ഇൻഫാക്ട് 7 hours ഒക്കെ ചിലപ്പോൾ ഈസിലി കിട്ടുന്നുണ്ടോ സ്ക്രീൻ ഓൺ ടൈം. എഗെയിൻ ഹെവി യൂസറും ഗെയിമിംഗ് കളിച്ചില്ലെങ്കിൽ 7.5 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും 4700 mAh ബാറ്ററി വെച്ചാണെന്ന് ആലോചിക്കണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. 5000 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിടിലമായനെ. എന്നാൽ കോമ്പാക്ട് ഫോം ഫാക്ടറും 5000 എല്ലാം കൂടെ കിട്ടില്ലേ നമുക്ക്. അപ്പോൾ അതാണ് ഇതിൽ ഒരു ബാറ്ററിൻ്റെ ആസ്പെക്ട്. നല്ല സോളിഡ് ബാറ്ററി ലൈഫായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് Xiaomi 14 CVൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ. അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നല്ല ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, അതിനൊപ്പം തന്നെ നല്ല ക്യാമറാസും സോളിഡ് പെർഫോമൻസും നല്ല ബാറ്ററി ലൈഫും. ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് സൈക്കിൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. മന്ത്ലി അപ്ഡേറ്റ്സിലേക്ക് വരണം. അതിനൊപ്പം തന്നെ 67 വാട്ടിന് പകരം 90 വാട്ട് തന്നിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേ എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ഒഴിച്ച് ബാക്കി എനിക്ക് തോന്നുന്നു ചെറിയ മൈനർ ഇഷ്യൂസ് ഉള്ളൂ. കാരണം ക്യാമറയിൽ ഷാർപ്പ്നെസ് എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആക്കാം, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഓവറോൾ സോളിഡ് ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈസിങ് 42,999 രൂപയാണ് ബേസ് വേരിയൻറ്റ്. അത് വിത്ത് കാർഡ് ഓഫേഴ്സ് അറൗണ്ട് 39,999 കിട്ടുന്നതാണ്. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ലൈക്കബിൾ ക്യാമറാസ് അല്ലെങ്കിൽ ലൈക്കബിൾ ഫോൺ എന്ന് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് വേറെ കുറേ നല്ല ഇഷ്ടപ്പെട്ടു ഡിവൈസ്. വലിയ പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡിവൈസാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറാസ് കൂടി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എടുക്കാവുന്ന ഒരു സോളിഡ് പാക്കേജാണ് Xiaomi 14 CV. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും CV ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.